Students, our next topic is bond parameters. Bond parametersൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമ്മൾ കാണുക ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എൻതാൽപ്പി ആൻഡ് ബോണ്ട് ഓർഡർ. അപ്പോൾ അതിൽ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോണ്ട് ലെങ്ത് ആണ്. എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ബോണ്ട് ലെങ്ത്? It may be defined as the equilibrium distance between the centers of the nuclei of the two bonded atoms in a molecule. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് 2 ബോണ്ടഡ് ആറ്റംസ് ആണ്. അപ്പോൾ ആ 2 ബോണ്ടഡ് ആറ്റംസിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദി ന്യൂക്ലി, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബോണ്ട് ലെങ്ത്. 2 ബോണ്ടഡ് ആയിട്ടുള്ള 2 ആറ്റംസിൻ്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോണ്ട് ലെങ്ത് എന്ന് പറയുക. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആംസ്ട്രോങ് യൂണിറ്റിലായിരിക്കും, പിന്നെ അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക പീക്കോമീറ്റർ എന്നും പറയാറുണ്ട്. പൈക്കോമീറ്റർ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക PM വെച്ചിട്ടാണ്. ആംസ്ട്രോങ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക A ഡിഗ്രി വെച്ചിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ A⁻0 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം ഇവിടെ നമുക്ക് അറിയാം ആറ്റംസ് എന്ന് പറയുന്നത് വളരെ സ്മോളാണ്. അപ്പോൾ സ്മോൾ ആയിട്ടുള്ള ആറ്റംസിന് നമുക്ക് സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപ്പാരറ്റസ് വെച്ചിട്ടോ ഒന്നും മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മളതിനെന്ത് ചെയ്യും, അത് നമ്മൾ മെഷർ ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, അതായത് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് അല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ്, അതുപോലെ അങ്ങനെയുള്ള പല ടെക്നിക്സ് വെച്ചിട്ടാണ്, ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ ടെക്നിക്സ്, അതുപോലുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് വെച്ചിട്ടാണ് നമ്മൾ ബോണ്ട് ലെങ്ത് മെഷർ ചെയ്യുക. അപ്പം ഈ ഒരു ആറ്റത്തിൻ്റെ സൈസ് വളരെ സ്മോൾ ആയതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്ററാണ്. അതുപോലെ 1 പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്ററാണ്. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന വേറൊരു ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ റേഡിയസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ടൈപ്പ് റേഡിയസ് ആണ് കാണുക. ഒന്ന് കോവാലൻ്റ് റേഡിയസ്, രണ്ടാമത്തത് വാൻ ഡെർ വാൾസ് റേഡിയസ്. എന്താണ് കോവാലൻ്റ് റേഡിയസ് എന്ന് നമുക്ക് നോക്കാം. കോവാലൻ്റ് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സിമിലർ ആറ്റംസ് ജോയിൻഡ് ബൈ എ കോവാലൻ്റ് ബോണ്ട് ഇൻ ദ സെയിം മോളിക്യൂൾ. നമ്മൾ സെയിം മോളിക്യൂൾ, ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ആ സെയിം മോളിക്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് കോവാലൻ്റ്ലി ബോണ്ടഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് സിമിലർ ആയിട്ടുള്ള ആറ്റംസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ സിമിലർ ആറ്റംസ് കോവാലൻ്റ്ലി ബോണ്ടഡ് ആണ് എങ്കിൽ ആ ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ് നമ്മൾ എടുക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ C1 ആണ് ഫസ്റ്റ് ആറ്റത്തിൻ്റെ സെൻറ്റർ, C2 ആണ് സെക്കൻഡ് ആറ്റത്തിൻ്റെ സെൻറ്റർ, അതായത് ന്യൂക്ലിയസ്. അപ്പോൾ അവ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ് നമ്മൾ ഇവിടെ കോവാലൻ്റ് റേഡിയസ് ആയിട്ട് എടുക്കുക. അപ്പം C1 C2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ കോവാലൻ്റ് റേഡിയസ് മെഷർ ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് ദി ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സിമിലർ ആറ്റംസ് joined by a covalent bond in the same molecule. ഇനി രണ്ടാമത്തെ ടൈപ്പ് റേഡിയസ് എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ്. അത് ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഇവ തമ്മിൽ. വാൻ ഡെർ വാൾസ് റേഡിയസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സിമിലർ ആറ്റംസ് ഇൻ സെപ്പറേറ്റ് മോളിക്യൂൾസ് ഇൻ എ സോളിഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം, 2 സെപ്പറേറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് അവ തമ്മിൽ യാതൊരു അല്ലെങ്കിൽ അവയുടെ ആറ്റംസ് തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരിക്കില്ല. കോവാലൻ്റ് റേഡിയസിൻ്റെ കേസിൽ ആ ആറ്റംസ് തമ്മിൽ കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിരുന്നു. 2 സിമിലർ ആറ്റംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ബട്ട് അത് തമ്മിൽ കോവാലൻ്റ്ലി ബോണ്ടഡ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ കേസിൽ ഈ രണ്ട് ആറ്റംസ് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, അല്ലെങ്കിൽ യാതൊരു കോണ്ടാക്ട്സും ഇല്ല. അപ്പോൾ നമ്മൾ അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്ന 2 മോളിക്യൂൾസാണ് കൺസിഡർ ചെയ്യുക. ആ മോളിക്യൂൾസിലുള്ള സിമിലർ ആറ്റംസ്, 2 മോളിക്യൂൾസ് സെയിം മോളിക്യൂൾസ് ആയിരിക്കും, ബട്ട് അത് തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല, അതിൻ്റെ ആറ്റംസ് സെയിം ആയിരിക്കും. അപ്പോൾ അടുത്തടുത്തുള്ള 2 മോളിക്യൂൾസിലെ ആറ്റംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവ തമ്മിലുള്ള ആ ഡിസ്റ്റൻസാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. C1 ഉം C2 ഉം അതിൻ്റെ
ഹാഫാണ് നമ്മൾ അവിടുത്തെ റേഡിയസ് ആയിട്ട് എടുക്കുക. വാൻ ഡെർ വാൾസ് റേഡിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ വാൻ ഡെർ വാൾസ് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിമിലർ ആറ്റംസ് ഇൻ സെപ്പറേറ്റ് മോളിക്യൂൾസ് ഇൻ എ സോളിഡ്. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് വരുന്നത് ഈ ബോണ്ട് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ബോണ്ട് ലെങ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, ബോണ്ട് മൾട്ടിപ്ലിസിറ്റി. ബോണ്ട് ലെങ്ത് decreases with increase in bond multiplicity. അതായത് ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ ബോണ്ട് മൾട്ടിപ്ലിസിറ്റി കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ നോക്കുക. കാർബൺ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അവ തമ്മിൽ നമുക്കറിയാം കാർബൺ സിംഗിൾ ബോണ്ട് കൺസിഡർ ചെയ്യുമ്പം ആ കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് 154 പൈക്കോമീറ്റർ ആയിരിക്കും. കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് 133 പൈക്കോമീറ്ററും കാർബൺ ട്രിപ്പിൾ ബോണ്ടിൻ്റെ 120 പൈക്കോമീറ്ററും ആയിരിക്കും. അപ്പോൾ കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ കേസിൽ ബോണ്ട് ലെങ്ത് ഏറ്റവും മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ ലെങ്ത് ആയിരിക്കും കൂടുതൽ, അല്ലേ? അപ്പോൾ കാർബൺ ഡബിൾ ബോണ്ടിന് അതിനേക്കാളും കുറവായിരിക്കും, ട്രിപ്പിൾ ബോണ്ടിന് അതിനേക്കാളും കുറവായിരിക്കും. അപ്പം ബോണ്ട് ലെങ്ത് കുറയുമ്പോൾ, അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതലായിരിക്കുമ്പം ബോണ്ട് മൾട്ടിപ്ലിസിറ്റി കുറവായിരിക്കും. അത് രണ്ടും ഇൻവേഴ്സ്ലി ആണെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പം ബോണ്ട് മൾട്ടിപ്ലിസിറ്റി ഇൻക്രീസ് ചെയ്യും, അതും ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ആറ്റം ആണ്. ദ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദി ആറ്റം. ബോണ്ട് ലെങ്ത് സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്തും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ രണ്ട് ഫാക്ടേഴ്സാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സായിട്ട് നമ്മൾ പറയുക. അപ്പോൾ ബോണ്ട് ലെങ്ത് അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബോണ്ട് മൾട്ടിപ്ലിസിറ്റി ഉണ്ട്, അതുപോലെ സൈസ് ഓഫ് ദി ആറ്റവും ഉണ്ട്. ഓക്കെ. Next is bond angle. It is defined as the angle between the orbitals containing bonding electron pairs around the central atom in a molecule. അപ്പോൾ ഇവിടെ വാട്ടർ മോളിക്യൂളാണ് തന്നിരിക്കുന്നത്. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ബോണ്ടുകൾ ഉണ്ട്. അതായത് ഒരു OH ബോണ്ട് ലെഫ്റ്റ് സൈഡിലും കാണാം, ഒരു OH ബോണ്ട് റൈറ്റ് സൈഡിലും കാണാം. അപ്പോൾ ആ രണ്ട് ബോണ്ട് തമ്മിലുള്ള ആ ഒരു ആംഗിൾ, അവ തമ്മിലൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ആ രണ്ട് ബോണ്ടുകളുടെ ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ബോണ്ടിങ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഓർബിറ്റൽസിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ബോണ്ടിങ് ഇലക്ട്രോൺസും ഉണ്ട്, ആ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ബോണ്ടിങ് ഇലക്ട്രോൺസ് നമുക്കറിയാലോ, അതിന് ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബോണ്ട് പെയർ ഇലക്ട്രോൺസ് എന്നാണ് പറയുക. അതേസമയം ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഇലക്ട്രോൺസിനെ ലോൺ പെയർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്നാണ് പറയുക. ലോൺ പെയർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, ബോണ്ടിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബോണ്ട് ആംഗിൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. നമുക്കറിയാലോ, ആംഗിൾ എപ്പോഴും ഡിഗ്രിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസ് തന്നിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾസ് അതിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട് ആംഗിൾ എത്രയാണ് തന്നിരിക്കുന്നത്? 104.5 ഡിഗ്രിയാണ് ബോണ്ട് ആംഗിൾ തന്നിരിക്കുക. അപ്പോൾ അതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ബോണ്ടിങ് ഇലക്ട്രോൺ പെയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഓർബിറ്റൽസ് തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബോണ്ട് ആംഗിൾ എന്ന് പറയുക. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ ബോണ്ട് ആംഗിളും കൂടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബോണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ്, ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ്, bond enthalpy. Bond enthalpy, it is defined as the amount of energy required to break 1 mole of a particular bond between two atoms in gaseous state. നമ്മൾ രണ്ട് ആറ്റംസ്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള രണ്ട് ആറ്റംസ് കൺസിഡർ ചെയ്താൽ അവ തമ്മിലുള്ള ആ ബോണ്ട്
ബ്രേക്ക് ചെയ്യാനായിട്ട് എന്തുമാത്രം എനർജി ആവശ്യമുണ്ടോ ആ എനർജിയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. അപ്പോൾ 1 മോൾ ഓഫ് എ പർട്ടിക്കുലർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, 2 ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള 1 മോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ സിമ്പിളായിട്ട് ബോണ്ട് എൻതാൽപ്പി കൊണ്ട് പറയുക. അതിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ കിലോ ജൂൾ പെർ മോളാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് എൻതാൽപ്പി ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് 435.8 കിലോ ജൂൾ പെർ മോൾ. അതായത് ആ 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പല ടൈപ്പ് ആറ്റംസ് ഉണ്ടെന്നറിയാം. മോണോറ്റോമിക് ഉണ്ട്, ഡയാറ്റോമിക് ഉണ്ട്, പോളി അറ്റോമിക് ഉണ്ട്. അപ്പം ആ ഓരോ കേസിലും ചെറിയ ഡിഫറൻസുകളുണ്ട് ഈ ബോണ്ട് എൻതാൽപ്പിക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ് കൺസിഡർ ചെയ്താൽ ബോണ്ട് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അവയുടെ ബോണ്ട്സ് തമ്മിൽ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ ഡയാറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂളിൻ്റെ കേസിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിക്ക് ഈക്വൽ ആയിരിക്കും. ബോണ്ട് ഡിസോസിയേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ ബ്രേക്കേജ് തന്നെയാണ്. പിന്നെ അവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാർജർ ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി സ്ട്രോങ്ങർ വിൽ ബി ദ ബോണ്ട് ഫോംഡ്. അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ലാർജർ ആയിരുന്നാൽ ആ ബോണ്ട് ഫോം ചെയ്യുന്നത് സ്ട്രോങ് ആയിരിക്കുമെന്നാണ് പറയുക. സ്ട്രോങ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനാണല്ലോ നമുക്ക് കൂടുതൽ എനർജി വേണ്ടത്. അപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് എങ്കിൽ അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഹൈ വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് ഓക്സിജൻ മോളിക്യൂളിൻ്റെയും നൈട്രജൻ മോളിക്യൂളിൻ്റെയും തന്നിട്ടുണ്ട്. അതുപോലെ ഹെട്രോ ന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾ ആയിട്ടുള്ള HCl മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിസോസിയേഷൻ എനർജി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പിയുടെ വാല്യൂസും അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോളി അറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ദി ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അപ്പോൾ അവിടെ പോളി അറ്റോമിക്കിൻ്റെ കേസിൽ കൂടുതൽ മോളിക്യൂൾസ് കാണും. വാട്ടറിൻ്റെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജൻ H ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട്, OH ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വേണ്ടി വരുന്ന എനർജി അവിടെ തന്നിട്ടുണ്ട് 502 കിലോ ജൂൾ പെർ മോളാണ്. അതുപോലെ അടുത്ത സ്റ്റെപ്പിൽ OH ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അവിടെ വേണ്ടി വരുന്ന എനർജി 427 കിലോ ജൂൾ പെർ മോളാണ്. അപ്പോൾ അവിടുത്തെ ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഈ 2 വാല്യൂസിൻ്റെയും കൂടി ആവറേജ് ആണ് എടുക്കുക. അപ്പോൾ ആവറേജ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അവിടെ 2 സംഖ്യകളെ നമ്മൾ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ബോണ്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ ആണ്. It is defined as the number of bonds between 2 atoms in a molecule. ബോണ്ട് ഓർഡർ കൊണ്ട് സൂചിപ്പിക്കുന്നത് 2 ആറ്റത്തിൻ്റെ ഇടയ്ക്ക് എത്ര നമ്പർ ഓഫ് ബോണ്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഹൈഡ്രജൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്, ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എന്താ, 2 ഹൈഡ്രജൻ്റെ ഇടയ്ക്ക് എത്ര ബോണ്ടുണ്ട്, ഒരു ബോണ്ടേ വരുന്നുള്ളൂ. അപ്പം അത് എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്സിജൻ്റെ കേസിൽ നമുക്കറിയാം O തമ്മിൽ ഡബിൾ ബോണ്ടാണ് അല്ലേ. അപ്പോൾ അവിടെ 2 ബോണ്ട് ആ 2 ആറ്റത്തിൻ്റെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോണ്ട് ഓർഡർ എത്ര വരും അതിൻ്റെ കേസിൽ 2 ആണ് വരിക. ഫോർ നൈട്രജൻ്റെ കേസിൽ നമുക്കറിയാം നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാണ് അതിൻ്റെ ഇടയ്ക്കുള്ളത് അല്ലേ. അപ്പോൾ ആ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബോണ്ട് ഓർഡർ എത്ര വരും, അപ്പോൾ 3 ആണ് വരിക. അപ്പം ആ കാര്യം ഒന്ന് ഓർത്തിരുന്നേക്കുക. ഇനി ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ഹാവ് ഐഡൻറ്റിക്കൽ ബോണ്ട് ഓർഡേഴ്സ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേക്കുക. ഇവിടെ എക്സാമ്പിൾ നമ്മൾ നൈട്രജൻ്റെ കേസ് പറയുന്നുണ്ട്, കാർബൺ മോണോക്സൈഡ് NO+, അവയ്ക്കെല്ലാം ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ജനറലി നമ്മൾ പറയുന്ന കാര്യം ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, ബോണ്ട് എൻതാൽപ്പി ഇൻക്രീസസ് ആൻഡ് ബോണ്ട് ലെങ്ത് ഡിക്രീസസ്. അപ്പോൾ ഇത്രയാണ് ബോണ്ട് പാരാമീറ്റേഴ്സിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.